നമസ്കാരം. രാഷ്ട്രീയത്തിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്നൊരു വാർത്തയായിരുന്നു കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് അന്ന് നമ്മൾ കേട്ടത്. പക്ഷെ അത് വ്യാജ വാർത്ത ആകാനേ വഴിയുള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒന്നടക്കം വന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതിനാൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ തലവനായിരുന്ന അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പെട്ടെന്ന് തന്നെ ബി.ജെ.പിയിലേക്ക് ചെന്ന് അംഗത്വം എടുത്തത്. ഡൽഹിയിൽ വെച്ചായിരുന്നു അംഗത്വം സ്വീകരിച്ചത്. അന്ന് വലിയൊരു ഞെട്ടലോടെയായിരുന്നു കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വാർത്ത കണ്ടതും കേട്ടതും. കെ ആന്റണിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അനിൽ ആന്റണി ബി.ജെ.പിയിലേക്ക് പോയത് എന്ന തരത്തിലൊരു സംസാരം വേണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് ആന്റണിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. നിലവിൽ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇതുവഴി ബി.ജെ.പിയിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണോ നിലവിൽ നടക്കുന്നത് എന്നൊരു സംശയമാണ് നിലവിൽ എല്ലാവരും ഉയർത്തുന്നത്. ചാണ്ടി ഉമ്മൻ ബി.ജെ.പിയിലേക്ക് പോകില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും അവർക്ക് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പെട്ടെന്നാണ് ബി.ജെ.പിയിലേക്ക് പോയത്. ജോസ് കെ മാണി പോലും UDF വിട്ടത് ആരും പ്രതീക്ഷിച്ചില്ല. അതുപോലെ പല സംഭവങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യം രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ട് എന്നത് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ചാണ്ടി ഉമ്മൻ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിലാണ് നിലവിൽ എല്ലാവരും സംശയത്തോടെ നോക്കുന്നത്. അത് ആർക്കും തന്നെ തള്ളിക്കളയാനുമാകില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ രാഷ്ട്രീയ കേരളം എല്ലാം സംശയത്തോടെ ഓരോ കാര്യങ്ങളും വീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ വളർന്നു വരുന്ന കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്ത് നിൽക്കാൻ താല്പര്യപ്പെടാറില്ല. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെട്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി പാനലിലാണ് ചാണ്ടി ഉമ്മന്റെ പേരുള്ളത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷക പാനൽ കഴിഞ്ഞ ദിവസമാണ് പുതിയൊരു സർക്കുലർ ഇറക്കിയത്. 63 അംഗ പാനലിൽ 19ാമത്തെ സ്ഥാനത്താണ് ചാണ്ടി ഉമ്മൻ MLA പേരുള്ളത്. NDA ഭരിക്കുമ്പോൾ കോൺഗ്രസ് നേതാവിന്റെ പേരെങ്ങനെ പട്ടികയിൽ ഇടം പിടിച്ചു എന്നത് സംശയത്തോടെയാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം നോക്കിക്കാണുന്നത്. കേരള റീജിയനിലെ അഭിഭാഷകർക്കിടയിലാണ് ചാണ്ടി ഉമ്മനും കടന്നുകൂടിയത്. കേരളത്തിൽ NHAI അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേസുകളെല്ലാം തന്നെ ഹാജരാകേണ്ടത്, അതുമായി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കേസുമായി ബന്ധപ്പെട്ട് കോടതികളിൽ ഹാജരാവേണ്ടതും കൂടാതെ മനുഷ്യാവകാശ കമ്മീഷൻ വിളിക്കുന്ന സമയത്തും ഹാജരാവേണ്ടത് ഈ പട്ടികയിലുള്ള അഭിഭാഷകനാണ്. നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്, BJP ആണ് രാജ്യം ഭരിക്കുന്നത്. ആ സമയത്ത് കോൺഗ്രസിന്റെ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു നേതാവ്, മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ തന്നെ BJPയുടെ ആ ഒരു പട്ടികയിൽ, BJPയുടെ പട്ടിക എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പാനലിൽ തന്നെ, കേന്ദ്ര സർക്കാരിന്റെ പാനലിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നത് സംശയത്തോടു കൂടിയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും തന്നെ നോക്കുന്നത്. കാരണം ഭാവിയിൽ ചാണ്ടി ഉമ്മൻ BJPയിലേക്ക് പൊയ്ക്കൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. പോകാം, പോകാതിരിക്കാം. അത് ചാണ്ടി ഉമ്മന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ തന്നെ അനിൽ ആന്റണി, അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക് പോയതോടുകൂടി തന്നെ ഒരു കാര്യം ഉറപ്പാണ്: കോൺഗ്രസിൽ ഇനി യുവ നേതാക്കൾ ആരും തന്നെ അവിടെ അധിക കാലം ഉണ്ടാകില്ല. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മനും ഭാവിയിൽ BJPയിലേക്ക് പോയാൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യം അല്ലെങ്കിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തം.